ഓസ്ട്രേലിയയെക്കുറിച്ചുള്ള വീഡിയോ. ഓസ്ട്രേലിയ ജനവാസമില്ലാത്ത ഭൂപ്രദേശത്തിന്റെ രഹസ്യം. ഓസ്ട്രേലിയ ലോകത്തിലെ 6ാമത്തെ വലിയ ഭൂപ്രദേശമുള്ള രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണിത്. കാരണം അവിടുത്തെ ജനങ്ങളുടെ വരുമാനം, ജീവിത നിലവാരം മറ്റ് വികസന രാജ്യങ്ങളെ അപേക്ഷിച്ച് മികച്ചതാണ്. ഇതുകൂടാതെ ഓസ്ട്രേലിയ തന്റെ പ്രകൃതി സൗന്ദര്യം, കടൽത്തീരങ്ങൾക്കും വന്യജീവികൾക്കും ലോകമെമ്പാടും വളരെ പ്രശസ്തമാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമുകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. സേവങ്ങും റിക്കി പോണ്ടിങ്ങുമെല്ലാം നമുക്ക് സുപരിചിതമായ ക്രിക്കറ്റ് കളിക്കാരാണ്. ഇതുകൂടാതെ ഓസ്ട്രേലിയ മറ്റു കാര്യങ്ങളിലും വളരെ പ്രശസ്തമാണ്. അതിന്റെ വിചിത്രമായ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കുഭാഗത്ത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ട ഒരേയൊരു ഭൂപ്രദേശമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ഭൂപടം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഓസ്ട്രേലിയയുടെ 90% പ്രദേശവും ജനവാസമില്ലാത്തതാണ്. ഓസ്ട്രേലിയയിലെ 80% ജനങ്ങളും തീരപ്രദേശങ്ങളും മാത്രമാണ് താമസിക്കുന്നത്. ഇത്രയും വലിയ ഭൂപ്രദേശം ഉണ്ടായിട്ടും ഓസ്ട്രേലിയ ജനങ്ങൾ താമസിക്കാത്തത് എന്തുകൊണ്ടെന്ന്, ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം. ഓസ്ട്രേലിയയുടെ ചരിത്രം 1606 വില്യം ജാൻസൺ എന്ന ഡച്ച് നാവികൻ ഇന്ത്യൻ ഓഷ്യയിൽ നിന്ന് തന്റെ വ്യാപാര സാധനങ്ങളുമായി കടൽ വഴി യാത്ര ചെയ്യുകയായിരുന്നു. മടങ്ങി വന്നപ്പോൾ കൊടുങ്കാറ്റ് കാരണം ഇദ്ദേഹത്തിന്റെ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. അപ്പോൾ കുറെ കാലമായി ഇദ്ദേഹം ഒരു ദ്വീപ് കണ്ടു. അതാണ് ഇന്നത്തെ ഓസ്ട്രേലിയ. വില്യം തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഈ ദ്വീപിനെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആരും ഇതിന് വലിയൊരു പ്രാധാന്യം നൽകിയില്ല. ഏകദേശം 163 വർഷങ്ങൾക്ക് ശേഷം 1770 ശുക്രനും സൂര്യനും ഭൂമിക്കും ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു അസാധാരണ സംഭവം നടന്നു. ഈ സംഭവം തെക്കൻ അർദ്ധഗോളത്തിൽ നിന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത് കേട്ട് ബ്രിട്ടീഷ് സർക്കാർ ക്യാപ്റ്റൻ ജെയിംസ് ഹുക്കിന്റെ നേതൃത്വത്തിൽ ഒരു പര്യവേഷണ സംഘത്തെ അയച്ച് തെക്കൻ അർദ്ധഗോളത്തിൽ ഒരു സ്ഥലം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. 1770 ബ്രിട്ടീഷ് പര്യവേഷകനായ ക്യാപ്റ്റൻ ജെയിംസ് കുക്കിന്റെ തന്റെ സംഘത്തോടൊപ്പം ഈ യാത്ര ആരംഭിച്ചു. ഓസ്ട്രേലിയയുടെ കിഴക്കൻ ഭാഗത്തുള്ള ബോട്ട്നി ബോയിൻ നങ്കൂരമിട്ടു. ഇവിടെ ഇറങ്ങി ഈ സ്ഥലം പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരായ രൂക്ഷമായി പോരാട്ടം നടന്നു. ഈ യുദ്ധത്തിൽ നിന്ന് തന്റെ ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ കുക്ക് ഓടി രക്ഷപ്പെട്ടു. ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷം 1783 ക്യാപ്റ്റൻ ആർത്തർ ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ 13 കപ്പലുകളും 300 ആളുകളും അവിടെ എത്തി ഓസ്ട്രേലിയൻ തീരപ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അവർ ഈ പ്രദേശം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാക്കി. അതിനുശേഷം ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ ഭാഗം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടുത്തെ മരുഭൂമിയിലെ ചൂടേറിയ കാലാവസ്ഥയും അതിയായ ദാഹവും കാരണം ക്യാപ്റ്റൻ ഫിലിപ്പിന്റെ സംഘത്തിലെ പലരും മരിച്ചു. ഇത് ഫിലിപ്പിനെ തിരികെ പോകാൻ നിർബന്ധിതനാക്കി. ഈ കാലഘട്ടത്തിൽ ആദ്യകാലത്തിലെ യൂറോപ്യൻ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും കുറ്റവാളികളും കള്ളക്കാരുമായിരുന്നു. അവരെ ഓസ്ട്രേലിയൻ ദ്വീപിലേക്ക് കൊണ്ടുവന്നു. യൂറോപ്യൻ കുടിയേറ്റത്തെ തുടർന്ന് അവിടുത്തെ 60 വർഷത്തിനുള്ളിൽ പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരുടെ ജനസംഖ്യ കുറയാൻ തുടങ്ങി. കാരണം യൂറോപ്യർ അവിടെ കൊണ്ടുവന്ന പകർച്ചവ്യാധികളായിരുന്നു. 1851 ഓസ്ട്രേലിയ പ്രശസ്തമാകാൻ തുടങ്ങി. കാരണം സിഡ്നിയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള ബാത്തസ് എന്ന ഗ്രാമത്തിൽ വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തി. അടുത്ത 20 വർഷത്തിനുള്ളിൽ ഈ ലോക സ്വർണ്ണ ഉൽപ്പന്നത്തിന്റെ 40% നൽകി ഈ സ്വർണ്ണമെല്ലാം ഇവിടെ നിന്ന് ബ്രിട്ടീഷിലേക്ക് കൊണ്ടുപോയി. ഇത് കാരണം ബ്രിട്ടീഷ് സർക്കാർ 20 വർഷത്തേക്ക് ലോക കമ്പോളത്തിന്റെ പൗണ്ട് വിനിമയ നിരക്ക് നിർത്താൻ ആരംഭിച്ചു. ഈ സ്വർണം ഉപയോഗിച്ച് ഈ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ ഗോൾഡ് റഷ് എന്ന് വിളിക്കുന്നു. ഈ 20 വർഷത്തിനുള്ളിൽ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. 1851 സ്വർണ്ണ കടത്തപ്പോൾ ഓസ്ട്രേലിയയുടെ ജനസംഖ്യ 4.5 ലക്ഷമായിരുന്നു. അടുത്ത 20 വർഷത്തിനുള്ളിൽ ജനസംഖ്യ 17 ലക്ഷമായി ഉയർന്നു. 1871 മുതൽ 1900 വരെ ഓസ്ട്രേലിയ 6 കോളനികളായി വിഭജിക്കപ്പെട്ടു. 1901 ശേഷം ഈ കോളനികളെല്ലാം ഒരുമിച്ച് ചേർന്ന് കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ എന്ന പേര് സ്വീകരിച്ചു. ഈ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയ ലോക ഭൂപടത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഓസ്ട്രേലിയയുടെ പുരോഗമനയും ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയ വെള്ളക്കാർ മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ഇവരെ കൂടാതെ മറ്റാർക്കും കുടിയേറ്റം അനുവദിച്ചിരുന്നില്ല. ഈ നയം അടുത്ത 60 വർഷങ്ങൾക്ക് അങ്ങനെ തന്നെ തുടർന്നു. 1957 വെള്ളക്കാരല്ലാതെ കുടിയേറ്റ നയം നീക്കം ചെയ്യുകയും കുടിയേറ്റത്തിനുള്ള നയം തൊലിയുടെ നിറത്തിൽ നിന്ന് കഴിവിന്റെ അടിസ്ഥാനമാക്കുകയും ചെയ്തു. ഇതിനുശേഷം ആയിരക്കണക്കിന് ആളുകൾ ഏഷ്യൻ, മിഡിൽ ഈസ്റ്റ്, തെക്കൻ അമേരിക്ക ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ തുടങ്ങി. ഇന്ന് പല സംസ്കാര പശ്ചാത്തലങ്ങളുള്ള ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ ജനവാസമില്ലാതെ കിടക്കുന്നത്? ഇന്നും ഓസ്ട്രേലിയയുടെ വിസ്തീർണം താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ജനസംഖ്യ വളരെ കുറവാണ്. അതിന് എന്താണ് കാരണം? ഓസ്ട്രേലിയയുടെ 1 കിലോമീറ്റർ ഭൂമിയിൽ 3 പേർ മാത്രമാണ് താമസിക്കുന്നത്. 2024 റിപ്പോർട്ട് അനുസരിച്ച് ഓസ്ട്രേലിയയുടെ ജനസംഖ്യ 2.6 കോടിയാണ്. ഇത് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ജനസംഖ്യയേക്കാൾ കുറവാണ്. അതേസമയം ഓസ്ട്രേലിയ ഡൽഹിയേക്കാൾ 5883 മടങ്ങ് വലിയ ഭൂപ്രദേശം
ഭൂപ്രദേശമാണ്. ഓസ്ട്രേലിയയിലെ ജനസംഖ്യയുടെ 85% ആളുകളും അതിൻ്റെ ആകെ വിസ്തീർണത്തിന്റെ വെറും 0.23% ഭാഗം മാത്രമാണ് താമസിക്കുന്നത്. ഇതിൽ 5 പ്രധാന നഗരങ്ങളായ കാൻബറ, സിഡ്നി, മെൽബൺ, ബെർഷൻ ഐലൻഡ്സ് എന്നിവ ഉൾപ്പെടുന്നു. ഈ 5 നഗരങ്ങളും ഓസ്ട്രേലിയയിലെ തെക്ക് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയുടെ 90% പ്രദേശവും ജനവാസമില്ലാതെ കിടക്കുന്നത്? നമുക്ക് പൂർണ്ണമായി നോക്കാം. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം, അതിൻ്റെ തുല്യമായ സസ്യജന്തു ജലാദികൾ, മരുഭൂമിയിലെ ഉഷ്ണമേഖല മഴക്കാടുകൾ, ആൽപൈൻ പ്രദേശങ്ങൾ എന്നിവിടെയുള്ള വൈവിധ്യമാർന്ന ഭൂമി പ്രകൃതിക്ക് പേരുകേട്ടതാണ്. അവിടുത്തെ കഠിനമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യത്തിന് കാരണം മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പ്രയാസമാണ്. ഓസ്ട്രേലിയക്ക് ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും മറുവശത്ത് പസഫിക് മഹാസമുദ്രം ഉണ്ടെങ്കിലും ഈ വിശാലമായ ഭൂപ്രദേശത്ത് അധികം മഴ ലഭിക്കാറില്ല. കുറച്ച് മഴ ലഭിക്കുന്നത് തെക്ക് കിഴക്കൻ തീരപ്രദേശത്താണ്. അതുകൊണ്ട് ആളുകൾക്ക് ഈ തീരപ്രദേശത്ത് താമസിക്കാൻ വളരെ ഇഷ്ടമാണ്. മഴ ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണം കടലിൽ നിന്ന് ഉയരുന്ന കാറ്റ് വളരെ ദൂരം സഞ്ചരിച്ച് അടുത്ത തണുത്ത മഴയായി പെയ്യണം. എന്നാൽ ഓസ്ട്രേലിയയിൽ സംബന്ധിച്ചോളം ഇത് തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഇതിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് കാറ്റ് തണുത്തതായിരുന്നാൽ ഇത് കടൽ വെള്ളം ആവിഷ്കരിക്കുന്നത് തടയുന്നു. അതുകൊണ്ട് ഇവിടെ മഴ ലഭിക്കാറില്ല. അതുപോലെ ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് മരുഭൂമി ആകാനുള്ള കാരണം ഓസ്ട്രേലിയയുടെ കിഴക്കൻ ഭാഗത്ത് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് വളരെ വലുതും നീളവുമായ പർവ്വതനിരകളുണ്ട്. ഇത് ലോകത്തിലെ 5ാമത്തെ ഏറ്റവും നീളമുള്ള പർവ്വതനിരയാണ്. ഈ പർവ്വതനിരയേക്കാൾ ഓസ്ട്രേലിയയിലെ കിഴക്കൻ ഭാഗത്ത് മുഴുവനും വടക്ക് നിന്ന് തെക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ പർവ്വതനിരകളുടെ ഉയരം കാരണം പസഫിക് മേഖലയിൽ വരുന്ന പല മഴ മേഖലകളും പർവ്വതനിരകൾ തടയുന്നു. അതുകൊണ്ട് തണുത്ത കാറ്റും മേഖലകളിൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയക്ക് പ്രവേശിക്കാറില്ല. ഈ കാരണം കൊണ്ട് തന്നെ പടിഞ്ഞാറൻ ഓസ്ട്രേലിയ ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശമായി തുടരുന്നു. ഈ തീരപ്രദേശത്ത് നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ കാറ്റ് കൂടുതൽ ചൂടാകുകയും പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കാത്തത് കൊണ്ട് കാലാവസ്ഥ വരണ്ടതായി കാണപ്പെടുകയും ചെയ്യുന്നു. ഇത് കാരണം ഈ പ്രദേശത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാം. ഇത്രയും ഉയർന്ന താപനിലയിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ഈ ഭൂപ്രദേശം ജനവാസമില്ലാതെ കിടക്കുന്നു. ഇതുകൂടാതെ ഇവിടെ അപകടകാരിയായ മൃഗങ്ങൾ, പ്രാണികൾ, പാമ്പുകൾ എന്നിവ ഉള്ളതുകൊണ്ട് ആളുകൾ ഇവിടെ ജീവിക്കാൻ താല്പര്യമില്ല. ഗ്രേറ്റ് വിക്ടോറിയ, ദ ഗ്രേറ്റ് സാൻഡി, സാപ്സൺ, ഗിസ്മൺ, താനി തുടങ്ങിയ ചെറുതും വലുതുമായ നിരവധി മരുഭൂമികൾ ഇവിടെയുണ്ട്. ഓസ്ട്രേലിയയിലെ മരുഭൂമികൾ ഏകദേശം 2.7 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ്. ഇത് ഓസ്ട്രേലിയയുടെ പ്രധാന ഭൂപ്രദേശത്തിന്റെ 18% മാത്രമെങ്കിലും 70% വരണ്ടതും പൂർണ്ണമായി വരണ്ടതോ മരുഭൂമിയായി മാറിയിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് ജനസംഖ്യയുടെ 3% ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നത്. ഇതിന് ഒരു ഉദാഹരണം കുറ്റ്ബി ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ ജനസംഖ്യ വെറും 600 പേർ മാത്രമാണ്. ഈ ഗ്രാമത്തിലേക്ക് വരാൻ തയ്യാറുള്ള ആളുകൾക്ക് മേയർ അതായത് ഇവിടെ കുടിയേറി സൗജന്യ ഭൂമിയും $2,500 ഓസ്ട്രേലിയൻ ഡോളറും ഇന്ത്യൻ രൂപയിൽ 6.85 ലക്ഷം നൽകുമെന്നും ഇദ്ദേഹം പറഞ്ഞു. എന്നിട്ടും ആരും ഇവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓസ്ട്രേലിയ ഒരു വികസന രാജ്യമെങ്കിലും ഇതിന്റെ ഗ്രാമത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും ചികിത്സാ സൗകര്യങ്ങൾക്ക് പോലും ക്ഷാമമുണ്ട്. ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വനങ്ങളാൽ ചുറ്റിപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ചൂടേറിയ കാലാവസ്ഥ കാരണം ഈ വനങ്ങളിൽ എപ്പോഴും കാട്ടുതീ ഉണ്ടാകാറുണ്ട്. ഇത് കാരണം ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വീടുകൾ തീപിടുത്തത്തിൽ നശിച്ചു. അവർക്ക് നിർബന്ധിതരായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നു. ഈ ആളുകൾ ജോലി അന്വേഷിച്ച് നഗരത്തിലേക്ക് കുടിയേറിയത് കൊണ്ട് ഈ വനങ്ങളും ജനവാസമില്ലാതെ കിടക്കുന്നു. ഇതുകൂടാതെ ഓസ്ട്രേലിയൻ മരുഭൂമിയിലെ 1/3 ഭാഗം ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശം ഗോത്രവർഗ്ഗക്കാർക്ക് പ്രകൃതി സംരക്ഷണ മേഖലയായി പരിപാലിക്കുന്നത്. ഈ ഭൂമി ഉപയോഗിക്കാനുള്ള അധികാരം ഗോത്രവർഗ്ഗക്കാർക്കാണ്. ഇന്ന് ഇവിടെ ധാരാളം ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജനസംഖ്യ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരാളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഈ വനങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ അബ്രോജിയൻ ഓസ്ട്രേലിയയും ടാറസ് സ്ട്രെയ്റ്റ് ദ്വീപുകാരും ഓസ്ട്രേലിയയിലെ യഥാർത്ഥ തദ്ദേശീയ ജനതയാണ്. നമ്മൾ ഇന്ന് കാണുന്ന വെള്ളക്കാർ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി യൂറോപ്യൻ പൗരന്മാരും അമേരിക്കക്കാരാണ്. ഓസ്ട്രേലിയയിലെ ഈ അബ്രോജിയൻ ഗോത്രവർഗ്ഗക്കാരാണ് യഥാർത്ഥത്തിൽ മെസോലിയ തദ്ദേശീയ ആളുകളെന്ന് അറിയപ്പെടുന്നത്. ഈ ഗോത്രവർഗ്ഗക്കാരെ പലതരം ഗോത്രവർഗ്ഗക്കാരുണ്ട്. അവരെല്ലാവരും പല മാതൃഭാഷകൾ സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കോളനി വൽക്കരണത്തിനു മുമ്പ് ഈ ഗോത്രവർഗ്ഗക്കാരുടെ ജനസംഖ്യ വെള്ളക്കാരെക്കാൾ കൂടുതലായിരുന്നു. എന്നാൽ ഇന്ന് ഇത് വളരെ കുറഞ്ഞു. ഓസ്ട്രേലിയയിലെ ഈ പുരാതന തദ്ദേശീയ ജനങ്ങൾ ഏകദേശം 40,000 മുതൽ 65,000 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ എത്തിപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. ഇതിൽ വളരെ ആശ്ചര്യകരമായ ഒരു കാര്യം എന്തെന്നാൽ തമിഴരുടെ DNA-യിൽ ഈ തദ്ദേശീയമുണ്ടെന്ന് പറയപ്പെടുന്നു. കാര്യത്തിലേക്ക് വരാം. ഓസ്ട്രേലിയയുടെ കിഴക്കൻ ഭാഗം ഒഴികെ മറ്റു ഭാഗങ്ങളും വരണ്ട ഭൂമി ആണെങ്കിലും ഓസ്ട്രേലിയയിലെ ഹിമാലയ പർവ്വതനിരകൾ പോലും
പോലുള്ള മഞ്ഞുമൂടിയ പർവ്വതനിരകളുണ്ട്. അതായത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ, കാൻബറ, ഗോൾഡ് കോസ്റ്റ്, ബ്രിസ്ബെയിൻ എന്നിവിടങ്ങളിൽ മഞ്ഞുമൂടിയ പർവ്വതങ്ങളുണ്ട്. ഓസ്ട്രേലിയയുടെ ചരിത്രം ഏകദേശം 3.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. കാലാവസ്ഥാ മാറ്റങ്ങളും പർവ്വതനിരകളുടെ രൂപീകരണം കാരണം ഇവിടെ വെള്ളം സംരക്ഷിക്കാനും ഭൂമി ബലപുഷ്ടമാക്കാനുള്ള ശേഷിയുള്ള മേൽമണ്ണ് പൂർണ്ണമായി നശിച്ചുപോയി. ഇത് കാരണം ഇവിടെയുള്ള ഭൂരിഭാഗം ഭൂമിയും വരണ്ടതും വിള്ളലുകൾ വീണതുമായി കാണപ്പെടുന്നു. 1939 ജനുവരി 10 ഓസ്ട്രേലിയ മെനി നദിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില 49.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതുപോലെ 1994 ജൂൺ 29 ഓസ്ട്രേലിയ ഷാർലറ്റ് പ്രദേശത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് ഓസ്ട്രേലിയ ജനസംഖ്യ അധികം ചൂടോ തണുപ്പുമില്ലാതെ പ്രദേശങ്ങളിൽ താമസിക്കുന്നു. ഇത് തന്നെയാണ് ഓസ്ട്രേലിയയിലെ 90% ഭൂരിഭാഗവും ജനവാസമില്ലാതെ കിടക്കുന്നത്. കാരണം ഓസ്ട്രേലിയയുടെ ഈ കഠിനമായ കാലാവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ എത്രയോ ഭേദമാണ് എന്ന് നിങ്ങൾ കരുതുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.